വെൽക്കം ടു ട്രിക്സ് ആൻഡ് ലേണിംഗ് കൂട്ടുകാരെ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ ചാനൽ. നമുക്കിന്ന് കുഴലപ്പം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മുട്ട ചേർക്കാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് വറുത്ത അരിപ്പൊടിയും ഉഴുന്ന് പുഴുങ്ങിയതും തേങ്ങ, ജീരകം, ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് അരച്ച് എടുത്തിരിക്കുന്ന മാവാണ്. വെള്ളം അധികം ആകരുതേ, ഇതേ പരുവത്തിന് കിട്ടണം. എന്നിട്ടത് ചെറിയ ഉരുളകളാക്കി നമ്മൾ മാറ്റുകയാണ്. അപ്പം ഈ ഇരിക്കുന്ന മാവുകളെല്ലാം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതാ ഉരുളകളാക്കി മാറ്റിയിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചെറിയതായിട്ട് പരത്തിയെടുത്താൽ മതി, വലുതായിട്ട് വേണ്ട. നമുക്കതൊന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തടവി പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കുഴലപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് മടക്കി എടുക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ വിരലിൽ ചുറ്റി മടക്കി എടുക്കുന്നതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമുള്ളതിൻ്റെ കൂട്ട് അത് മടക്കിയെടുക്കാം. അപ്പം നമുക്ക് ബാക്കിയിരിക്കുന്ന മാവുകളെല്ലാം കുഴലപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് മടക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ളവയെല്ലാം നമുക്ക് കുഴലപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിവ തയ്യാറാക്കണം. നല്ല നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിക്കുന്നു. അതൊന്ന് ചൂടാകാൻ നമുക്ക് കാത്തിരിക്കാം. ചൂടായി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുഴലപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് വെളിച്ചെണ്ണയാണ്, അതിലേക്ക് ആണ് നമ്മൾ കുഴലപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കുഴലപ്പം മൂത്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം മൂത്ത് വരുമ്പോൾ അതിൻ്റെ നിറം മാറി ബ്രൗൺ കളറായിട്ട് വരും. ഇപ്പം നല്ല കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് മുട്ട ചേർക്കുന്നില്ല. അപ്പം വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചൂട് പറക്കുന്ന കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പം അതിനുണ്ടാകുന്ന ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.